നമസ്കാരം എല്ലാവർക്കും വീണ്ടും അടുത്തൊരു ഫുഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി സ്വീറ്റ് ആൻഡ് സ്പൈസി പനീർ കൊണ്ടുള്ളൊരു വിഭവമാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ചപ്പാത്തി, പൊറോട്ട മുതലായ ഇതിലൂടെ സുന്ദരമായിട്ട് അടിച്ച് പൊളിച്ച് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളത് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ വരൂ, നമുക്ക് ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വീറ്റ് ആൻഡ് സ്പൈസി പനീറിന് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി ഒരു 2 തക്കാളി, പനീർ, കരിവേപ്പില, കുറച്ച് പെപ്പർ പൗഡർ. നമുക്കിതിന് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് പഞ്ചസാര വേണം, അത് അവസാനം മതി. പാൻ ചൂടായതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞു വെച്ചേക്കണം ഇട്ട് കൊടുക്കാം. എത്ര സവാള ഉണ്ടത്? 2 സവാള, വലുതാണേ, വളരെ വലിയ സവാളയാണ്. പച്ചമുളക് എത്ര എണ്ണം ഉണ്ട്? പച്ചമുളക് 3 പച്ചമുളക്. ഓക്കെ, ഇനി ഏതാ? ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, ഉപ്പ് അല്ലേ ആവശ്യത്തിന്. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്, മൂത്ത് വന്നു. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കുക. അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ട് തിരി കൂട്ടിയിടാം. കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. സ്വീറ്റ് ആൻഡ് സ്പൈസി ആണ്, അപ്പം സ്പൈസ് കിടന്നോട്ടെ. കുരുമുളകും പച്ചമുളകിൻ്റെ കുരുമുളക് ഇടുമ്പോൾ ഒരു വാസനയും കൂടിയായി. ഇനി നമുക്ക് ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, അതിലേക്ക് നമുക്ക് പനീർ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉദ്ദേശം ഒരു 100 ഗ്രാം ഉണ്ട് കേട്ടോ പനീർ. 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരുപാട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല. അതിലേക്ക് നമുക്കിനി ഒന്ന് ആവട്ടെ. ഇത് സിമ്മിലാണ് ഇപ്പോൾ ഇട്ടേക്കണത്. അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കും. ശേഷം 1 സ്പൂൺ കുറച്ച് പഞ്ചസാര, ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കി അതിലേക്ക് പഞ്ചസാര ഒന്ന് അതിൽ മിക്സ് ആവട്ടെ. ഇതിലേക്ക് നമ്മൾ മല്ലിയില, അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര അതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഒരു ഏലക്ക, 1 2 ഏലക്ക പൊടിച്ചതും കൂടെ നമ്മൾ അതിലിട്ട് കൊടുത്തു, ഒരു മണത്തിന് വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കുമ്പോൾ സ്വീറ്റുമാണ്, ചെറിയ മധുരവും നല്ല എരിവും ഒക്കെ ആയിട്ട് സ്വീറ്റ് ആൻഡ് സ്പൈസി. സ്വീറ്റ് ആൻഡ് സ്പൈസി പനീർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മെത്തേഡാണ് കുക്കിങ്ങിൻ്റെ. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി പനീർ റെഡിയായി. ഇതൊക്കെ അമ്മയുടെ ഡിഷാണ്. അമ്മയാണ് ഇതെല്ലാം പഠിപ്പിച്ച് തന്നേക്കുന്നത്. നമ്മള് കുക്കിംഗ് ചെയ്യുന്നത് മുഴുവനും അമ്മയുടെ റെസിപ്പിയാണ്. അമ്മയുടെയാണ് റെസിപ്പീസ്. അത് നമ്മള് ഓരോ ദിക്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പരീക്ഷിക്കുക അമ്മയാണ്. നമ്മുടെ ഡിലീഷ്യസ് ആയ സ്വീറ്റ് ആൻഡ് സ്പൈസി പനീർ റെഡിയായി. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗിലൂടെ നമുക്ക് ഫുഡ് വ്ളോഗിലൂടെ കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു.